കരിമ്പിൽ നിന്നും ആറുവരിപ്പാതയുടെ എല്ലാ പണികളും പൂർത്തീകരിച്ച് വാഹനങ്ങൾ കുതിക്കുന്ന ഒരു ആകാശ ദൃശ്യം. കക്കാട് ഓവർപാസ് ടു കരിമ്പിൽ അണ്ടർപാസ് വരെയുള്ള ഫൈനൽ സർവീസിന്റെ ടാറിംഗ് വർക്കും പൂർത്തീകരിച്ചു. പനമ്പുഴപ്പാലത്തിന്റെ റീവർക്കും അവസാന ഘട്ടത്തിലേക്ക്. കൂരിയാട് അണ്ടർപാസിന്റെ മുകളിൽ നിന്നും തൂബ അരീന ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ ആ ഒരു വ്യൂവും കാണിച്ച് കരിമ്പിൽ നമുക്ക് വീഡിയോ തുടങ്ങാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് കരിമ്പിൽ ഒരു ബിൽഡിംഗിന്റെ ഏറ്റവും മുകളിൽ 4ാമത്തെ ഫ്ലോറിന് മുകളിൽ താഴേക്കുള്ള ഒരു വ്യൂ ആണ് കാണുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന ആറുവരിപ്പാത വർക്കുകൾ കഴിഞ്ഞ് ട്രാക്ക് ഇട്ട് വാഹനം അങ്ങോട്ട് പാസിന്റെ കിടലം വീഡിയോ. അപ്പോൾ നമ്മൾ കരിമ്പിൽ ഇപ്പൊ സർവീസ് റോഡിന്റെ ഫൈനൽ ടാറിംഗ് വർക്ക് നടക്കുകയാണ്. ഇവിടെ അങ്ങോട്ട് കക്കാട് പനമ്പുഴ ആദ്യത്തെ പാലത്തിന്റെ റീവർക്ക് അതും അവസാന ഘട്ടത്തിലാണ്. അതുപോലെ തന്നെ കൂരിയാട് അണ്ടർപാസ് വരെയുള്ള ഏറ്റവും ഒരു പുതിയ വീഡിയോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. പോയി നോക്കാം കരിമ്പിൽ നിന്ന് കൂരിയാട് അണ്ടർപാസ്. ദേശീയപാത മലപ്പുറം ജില്ലയിലെ കരിമ്പിൽ ഈ ബിൽഡിങ്ങിന്റെ മുകളിലുള്ള കക്കാട് ഓവർപാസിന്റെ ആ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. റോഡിന്റെ ഇരുവശത്തുമുള്ള സൈഡ് ചുമരിന്റെ വർക്കുകൾ, സെൻട്രത്തെ ഡിവൈഡറിന്റെ വർക്കുകൾ, ആറുവരിപ്പാതന്റെ 3 ലൈൻ ട്രാക്ക് ഇട്ട് പോകുന്ന വർക്കുകൾ, CCTV ക്യാമറയുടെ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ റോഡിന്റെ ഇരുവശത്തുമുള്ള സർവീസ് റോഡിനും വാഹനങ്ങൾ ഓടുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഫൈനൽ ടാറിംഗ് വർക്കുകളും നടക്കുകയാണ്. ഒരു വശത്ത് കക്കാട് നിന്നും കരിമ്പിൽ ഭാഗത്തേക്ക് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഫൈനലായിട്ട് ടാറിംഗ് വർക്ക്, പേവറേജയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വീഡിയോ നമ്മൾ താഴെ പോയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. 2 ദിവസം മുമ്പ് ഞാൻ ഇവിടുത്തെ വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നു. ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ കാച്ചടി മുതൽ കക്കാട് വരെയുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കിടലം വ്യൂ. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഇനി ഈ സർവീസ് റോഡിൻ്റെ ഫൈനൽ ടാറിംഗ് വർക്കും കഴിയുന്നതോടെ നമ്മുടെ ലൈറ്റുകളൊക്കെ ഇങ്ങനെ പ്രകാശിച്ച് അതിമനോഹരമായ രാത്രിയുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ആ ദൂരേക്ക് നോക്കി കക്കാട് ഓവർപാസിൻ്റെ ആ ഒരു ഏരിയ, അവിടെ ഇപ്പോൾ 2 ഭാഗത്തുള്ള സൈഡിലെ ചുമരിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് വർക്ക് നടക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഇനി നമ്മൾ താഴേക്ക് പോവുകയാണ്. കരിമ്പിൽ അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് സർവീസുള്ള ഫൈനൽ ടാറിംഗ് വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അണ്ടർപാസിൻ്റെ ആ ഏരിയയിൽ നിന്ന് കാണിച്ചിട്ട് മെയിൻ റോഡിലൂടെ കടന്ന് നമ്മൾ കക്കാട് ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം. അപ്പോൾ അണ്ടർപാസിൻ്റെ ഈ ഒരു ഭാഗത്ത് നോക്കി ഇവിടെ ഫൈനൽ ടാറിംഗ് വർക്ക് നടക്കുക കേട്ടോ. ഡ്രെയിനേജിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഫൈനൽ ടാറിംഗ് നടക്കുക. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് കക്കാട് വരെയുള്ള ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നല്ല ഫിനിഷിങ്ങിൽ ടാറിംഗ് വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മെയിൻ റോഡിലേക്ക് കയറുക കേട്ടോ. കരിമ്പിൽ ആലഞ്ചോട് ഭാഗത്തുനിന്നും ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ലെഫ്റ്റ് ഭാഗം കാണാം. മെയിൻ റോഡിൽ നിന്നും സർവീസ് റോഡിലേക്ക് കക്കാട് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് സലഫി മസ്ജിദിന്റെ ഭാഗത്താണ് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാനുള്ള എക്സിറ്റ്. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തങ്ങൾപ്പടി, ഇവിടുന്ന് റൈറ്റ് സൈഡിൽ ആദ്യം പെട്രോൾ പമ്പൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഏരിയയിൽ ഇപ്പോൾ ഫൈനൽ ടാറിംഗ് വർക്ക് നടക്കുകയാണ്. നമ്മൾ കരിമ്പിൽ അണ്ടർപാസിന്റെ ആ ഭാഗത്ത് നടന്ന പോലെ അതേപോലെ ഫിനിഷിംഗ് ഫൈനൽ ടാറിംഗ് വർക്കുകൾ അവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ കാണിച്ചിട്ട് നമുക്ക് കക്കാട് ഭാഗത്തേക്ക് പോകാം. നമ്മൾ തങ്ങൾപ്പടി ഇവിടെ എത്തിയിട്ടോ. അവിടെയൊക്കെ നിങ്ങൾ സർവീസ് റോഡ് ആദ്യം ഡ്രെയിനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞ ഏരിയ കാണാം. അതുപോലെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ ഏരിയ. ഇതിൻ്റെ മുകളിൽ കൂടെ വളരെ ഉഷാറായിട്ട് ഫിനിഷിങ്ങിൽ അതിൻ്റെ വർക്കുകളുടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ക്ലീൻ ചെയ്യുന്ന വർക്കുകൾ കാണാം. അതുപോലെ ടോറസ് ലോറിൽ ടാറൊക്കെ കൊണ്ടുവന്ന് അവിടെ പേവറിലേക്ക് തട്ടിക്കൊടുത്ത് അത് ആ ഫിനിഷിങ്ങിൽ ടാറിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ കുറഞ്ഞ നേരം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ തങ്ങൾപ്പടി ആലിഞ്ചോട് ഈ ഒരു ഏരിയയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ആലിഞ്ചോട് ആ എക്സിറ്റ് മെയിൻ റോഡിലേക്കുള്ള സർവീസ് റോഡിൻ്റെ ആ ഒരു ഏരിയ. ഇവിടെ നിന്നാണ് ടാറിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. തങ്ങൾപ്പടി ആദ്യത്തെ പെട്രോൾ പമ്പിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ ടാറിംഗ് വർക്കുകളൊക്കെ കുറഞ്ഞ നേരം ഞാൻ നിങ്ങളെ കാണിക്കാം. സർവീസ് റോഡിനുള്ള ഡ്രെയിനേജിൻ്റെ വർക്കുകൾ കക്കാട് ടു കരിമ്പിൽ നമ്മൾ കണ്ട അണ്ടർപാസ് വരെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതോടുകൂടിയാണ് ഈ വർക്ക് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ. അപ്പോൾ ഈ ഫിനിഷിംഗ് വർക്കും കഴിഞ്ഞാൽ റോഡിൻ്റെ മറുവശത്തുള്ള നേരെ ഓപ്പോസിറ്റുള്ള ഇതുപോലുള്ള ഫൈനൽ ടാറിംഗ് വർക്കാണ് നടക്കാനുള്ളത്. ബാക്കിയെല്ലാം കംപ്ലീറ്റായി നമ്മുടെ ഈ ഡ്രെയിനേജിനോടൊപ്പിച്ച് തന്നെ അതിൻ്റെ പണികൾ ടാറിംഗ് വർക്കുകൾ കുറച്ച് വീതി കൂട്ടിയാണ് ഇപ്പോൾ ടാറിംഗ് വിട്ട് വരുന്നത്. അപ്പോൾ കക്കാട് ഓവർപാസിൻ്റെ അവിടുന്ന് ടർഫിൻ്റെ ഒക്കെ ആ ഭാഗം, അതായത് പമ്പ് എത്തുന്നതിന് മുമ്പായിട്ടുള്ള ചെറിയ ഇടുങ്ങിയ റോഡായിരുന്നു, കുറഞ്ഞ ഏരിയ ഉള്ളത്. ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ മുകൾ ഭാഗത്തു കൂടി കുറഞ്ഞ ടാറിംഗ് കൂടി ഇട്ട് വന്നതോടുകൂടി നല്ല വീതിയിൽ തന്നെ സർവീസ് റോഡ് ഈ ഒരു ഭാഗത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ പേവർ ഉപയോഗിച്ച് ഇപ്പോൾ റോഡ് കാണാം. അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ടാറിംഗ് വർക്കുകളും ആ ടാറിംഗ് വർക്കുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അത് കണ്ട് നമുക്ക് കക്കാട് ഓവർപാസ്, കക്കാട് പനമ്പുഴ പാലത്തിൻ്റെ ആദ്യത്തെ പാലം നമ്മൾ തുടക്കത്തിൽ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ അവിടെ ആ പാലത്തിൻ്റെ ആദ്യമുള്ള ടാറിങ്ങും കോൺക്രീറ്റൊക്കെ എടുത്ത് മാറ്റി 2ാമത് കോൺക്രീറ്റ് വർക്കുകളും അതുപോലെ സൈഡ് ക്രാഷ് ബാരിയറുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വരികയാണ്. കുറഞ്ഞ ഭാഗങ്ങളൊക്കെ അതിൻ്റെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്.
ഇനി അതിൻ്റെ ആ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞാൽ മുകൾ ഭാഗത്തുള്ള ടാറിംഗ് വർക്കാണ് മാത്രമാണ് ഇനി അവിടെ നടക്കാനുള്ളത്. അപ്പോൾ നമുക്ക് കക്കാട് ഓവർപാസും കടന്ന് പനമ്പുഴപ്പാലം കൂരിയാട് അണ്ടർപാസ് അവിടെ നമ്മുടെ കുളപ്പുറം ഭാഗത്തേക്ക് ഇപ്പോൾ വളരെ വേഗത്തിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കട്ടെ. ഏകദേശം നല്ല ഹൈറ്റിലാണ് കൂരിയാട് അണ്ടർപാസ് മുതൽ കുളപ്പുറം ഓവർപാസിൻ്റെ അടിപ്പാത വരെയുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു വയൽ പ്രദേശം ആയതുകൊണ്ട് തന്നെ അടിഭാഗത്ത് ഒരു 8ഓളം ചെറിയ ചെറിയ കലുങ്കുകൾ, അതിനുശേഷം തോടിന് കുറവ് വരുന്ന പാലങ്ങൾ, വലിയ പാലങ്ങളൊക്കെ അവിടെ വർക്ക് കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് കാലതാമസം വന്നിട്ടുണ്ട് വർക്ക് പൂർത്തീകരിക്കാൻ. ഇപ്പോൾ റോഡിൻ്റെ ഇരുവശത്തും സൈഡ് വാള് ബ്ലോക്ക് പതിച്ച് ഏകദേശം 10-45ഓളം ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ് ഇരുവശത്തും വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് അണ്ടർപാസ് മുതൽ കുളപ്പുറം ഓവർപാസിൻ്റെ അടിപ്പാത വരെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി മണ്ണ് കമ്പാക്റ്റിംഗ്, മെറ്റലിട്ട് വരുന്ന വർക്കുകൾ, ടാറിംഗ് വർക്കുകളൊക്കെയാണ് അവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ കക്കാട് തങ്ങൾപ്പടി ഭാഗത്തുള്ള ഫൈനൽ ടാറിംഗ് വർക്കുകൾ, സർവീസ് റോഡിൻ്റെ ഫൈനൽ ടാറിംഗ് വർക്ക് ഇവിടെ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടോറസൻ ലോറിയിൽ നിന്ന് പേവറിലേക്ക് ടാറിംഗ് തട്ടി അതിങ്ങനെ കരിമ്പിൽ ഭാഗത്ത് പ്രസ്സിങ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ മുൻവശത്ത് കാണാം റോഡ് റോളർ ഉപയോഗിച്ചുള്ള ഫിനിഷിംഗ് വർക്കുകളും കുറച്ചുകൂടി വീതി കൂട്ടിയിട്ട് തന്നെ സർവീസ് റോഡിൻ്റെ ടാറിംഗ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാം. ഒരു രസകരമായൊരു കാഴ്ച തന്നെയാണ് ഈ പേവറിൻ്റെ വർക്കുകൾ. നമ്മൾ തുടക്കത്തിൽ ആദ്യമൊക്കെ കൂടുതലും ടാറിംഗ് വർക്ക് നടക്കുന്ന സമയത്ത് പല ഭാഗത്തുനിന്നും ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു ഈ ഇതിൻ്റെ ഒരു വർക്ക്. പലതരം വലിപ്പത്തിലുള്ള പേവറുകളുണ്ട്. നമ്മൾ സർവീസ് റോഡ് ആയതുകൊണ്ട് ഒറ്റ ലൈനിക്ക് ടാറിംഗ് ചെയ്യുന്ന ചെറിയ പേവറിൻ്റെ വർക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ 3 ലൈൻ ഒറ്റടിക്ക് തന്നെ ടാറിംഗ് ചെയ്തു പോകുന്ന വലിയ മിഷനറീസൊക്കെ ഇതിൻ്റെ വർക്കുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇവിടുത്തെ ആ ഫിനിഷിംഗ് ഫൈനൽ ടാറിംഗ് വർക്ക് ആ ഒരു കാഴ്ചയും ഞാൻ നിങ്ങളെ കാണിച്ചതിന് ശേഷം നമുക്ക് പറഞ്ഞതുപോലെ ഇതിന് നേരെ തായ് ഭാഗത്തേക്ക് തന്നെ പോകാം. അവിടെ വീണ്ടും ഫിനിഷിംഗ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എയറടിച്ച് ആ കച്ചറകളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്ലീനിങ് വർക്ക് കഴിഞ്ഞാൽ ഇതിൻ്റെ വിറ്റമിൻ സ്പ്രേ വർക്ക്, ടാറിംഗ് സ്പ്രേ ചെയ്ത് പോകും. അത് കഴിഞ്ഞാൽ നമ്മളെ ടാറിംഗ് വർക്കുകളും. അങ്ങനെ നമ്മൾ മെയിൻ റോഡിലേക്ക് തന്നെ കയറിയാണ് കക്കാട് ഓവർപാസിൻ്റെ ഭാഗത്തേക്ക്. ഇവിടെ നോക്കി, ഇതിൻ്റെ ലെഫ്റ്റ് ഭാഗം നമ്മളെ ചെറുമുക്ക് റോഡിന് പോകുന്ന ഒരു ഏരിയയാണ്. ഇവിടെയായിരുന്നു നമ്മൾ ആദ്യത്തെ മദ്രസ. ലെഫ്റ്റ് ഭാഗത്ത് നേരെ കുറച്ചുകൂടി മുന്നോട്ട് പോയി ഓപ്പോസിറ്റാണ് കക്കാട് നമ്മൾ ആദ്യത്തെ GMUP സ്കൂളിൽ നിന്ന സ്ഥലം. ഇവിടെ നല്ല താഴ്ചയിൽ ആദ്യമൊക്കെ ഈ റോഡിൻ്റെ വർക്ക് നടക്കുന്ന മുന്നേ ഈ ഒരു ഭാഗത്ത് 8ഓളം കിണറുകളുണ്ടായിരുന്നു. വെള്ളമൊക്കെ ഇതിൽ അടിഭാഗത്ത് നല്ല താഴ്ചയിലെടുത്തുകൊണ്ട് തന്നെ ഈ മഴയൊക്കെ പെയ്ത സമയത്ത് ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടൊരു ഏരിയ കേട്ടോ. ഒന്ന് നോക്കി, ആകെ മാറി മറിഞ്ഞു. 6 വരിപ്പാതയുടെ എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച ഒരു കിടിലം വ്യൂ ആണ് നമ്മൾ കാണുന്നത്. റോഡിൻ്റെ ഇരുവശത്തുമുള്ള ചുമരിൻ്റെ വർക്കുകൾ, മുകളിലത്തെ കൈവരിക്കൊപ്പിച്ചുള്ള 2 ഭാഗത്തുള്ള കോൺക്രീറ്റ് വർക്കുകൾ, അങ്ങനെ എല്ലാ പണികളും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ, കക്കാട് തങ്ങൾപ്പടി കരിമ്പിൽ ആ ഒരു ഏരിയയാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. മനോഹരമായ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് റോഡിൻ്റെ 3 ലൈൻ്റെ ട്രാക്കിംഗ് കഴിഞ്ഞ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിവേഗതയിൽ തന്നെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തിൻ്റെ ഡിജിറ്റൽ CCTV ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് കക്കാട് ഓവർപാസും കക്കാട് ജുമാഅത്ത് പള്ളിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ കച്ചവട സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ചമ്മാട് ഭാഗത്തേക്ക് പോകുന്ന റോഡ്, ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള സെൻട്രലിലെ ഡിവൈഡറൊക്കെ ഇവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ഓവർപാസ് 2 ഭാഗവും കോൺക്രീറ്റ് വർക്കുകൾ ഒന്ന് ബലപ്പെടുത്തുന്ന ഇരുവശവും കോൺക്രീറ്റ് വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് കൂരിയാട് ഭാഗത്തേക്കുള്ള ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഈ റൈറ്റ് സൈഡ് ഭാഗത്ത് പുതുതായിട്ട് ഇപ്പോൾ ചുമരിൻ്റെ ഭാഗം സ്പ്രേ ചെയ്ത് കാണാം. ഇവിടെയാണ് ഇടിഞ്ഞ് ചാടിയിരുന്നത്. ഇപ്പോൾ ഇവിടെ കോൺക്രീറ്റ് വാളൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂരിയാട് കക്കാട് പനമ്പുഴപ്പാലത്തിൻ്റെ ആ ഏരിയയാണ് ഇപ്പോൾ ഇവിടുന്ന് സൂമിങ്ങിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അവിടെ കോൺക്രീറ്റ് വർക്കുകൾ, സൈഡ് വാളിൻ്റെ അതായത് ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ, അതുപോലെ തന്നെ കോൺക്രീറ്റ് ഇട്ട ഭാഗത്തിന് ടാറിംഗ് വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ റോഡൊക്കെ വെട്ടിമാറ്റി വീണ്ടും ഒരു കണ്ടീഷനിലൂടെ അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ വർക്കാണ് നിങ്ങളെ കാണിക്കാനുള്ളത്. കക്കാട് പനമ്പുഴപ്പാലം. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിലെത്താം. അതിൻ്റെ താഴേക്ക് പോകട്ടോ. ഓവർപാസിൻ്റെ അടിയിലെ ചുമരിൻ്റെ വാളിൻ്റെ ഗ്രേ കളർ പെയിൻറ്റ് വർക്കുകളൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കക്കാട് ഇവിടെ ലെഫ്റ്റ് ഭാഗത്താണ് പെട്രോൾ പമ്പ് ഉള്ളത്. പെട്രോൾ പമ്പിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് കക്കാട് ആ ഓവർപാസിൻ്റെ ആ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്ത ആ വീഡിയോ ഒന്ന് കാണാം. ആണ് നോക്കി, യെല്ലോ കളറ്, ബ്ലാക്ക്, ബ്ലൂ കളർ എല്ലാ പണികളും ചുമരിൻ്റെ അതായത് സൈഡ് വാളിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പനമ്പുഴപ്പാലത്തേക്ക്. ഇവിടെയൊക്കെ ഒരു തുടക്ക സമയത്ത് ഇതിൻ്റെ 6 വരിപ്പാതക്ക് 45 മീറ്റർ സ്ഥലം എടുക്കുന്ന സമയത്ത് പനമ്പുഴപ്പാലം വരെ ഒരു ഇടുങ്ങിയ റോഡായിട്ട് നമ്മൾ കണ്ടിരുന്നില്ലേ? എല്ലാവരും ഇപ്പോൾ മറന്നു കാണും. ഒന്ന് ഓർമ്മിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇവിടുത്തെ ആദ്യത്തെ ആ റോഡ് ഇരുവശവും കരിമ്പാറകളായിരുന്നു.
അതൊക്കെ കട്ട് ചെയ്ത് വെട്ടി മാറ്റി നല്ല വീതിയായ റോഡായി വന്ന ഒരു വ്യൂഹാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കരിമ്പിൽ കക്കാട് ഓവർപാസ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു ഏരിയ വരെയുള്ള വർക്കുകളൊക്കെ മുന്നേ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞു. ഈ ഒരു ഭാഗത്ത് മാത്രമായിരുന്നു ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. അവസാന നിമിഷം അതിൻ്റെ പണികളും പൂർത്തീകരിച്ച് കക്കാട് പനമ്പുഴ പാലം വരെയുള്ള റോഡിൻ്റെ ട്രാക്കിംഗ് വർക്കുകൾ, ചുമരിൻ്റെ വർക്കുകൾ, സെൻറ്ററത്തെ ഡിവൈഡർ, അതിലുള്ള വൈറ്റ് അടിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ്, സ്ട്രീറ്റ് ലൈറ്റ്, കൈവരികൾ, ഡ്രെയിനേജുകൾ, സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കുകൾ, ഫൈനൽ ടാറിംഗ് വർക്കുകൾ, അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ ഡ്രെയിനേജ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കി പാലത്തിൻ്റെ ആദ്യത്തെ പാലത്തിൻ്റെ പണികൾ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ പാലത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞു. അതിൻ്റെ പൈലിംഗ് വർക്കുകൾ, അതുപോലെ അതിൻ്റെ പിയർ ക്യാപ്പ്, ഗർഡർ ലോഞ്ചിങ്, അത് കഴിഞ്ഞിട്ട് ടാറിംഗ് വർക്ക്, ഫൈനൽ ടാറിംഗ് വർക്കുകളൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. ഇനി അവസാന ഭാഗം ഇനി ഇവിടെ വർക്ക് നടക്കാനുള്ളത് ഈ പുതിയ പാലത്തിനോടൊപ്പിച്ച് നമ്മൾ ആദ്യത്തെ പാലത്തിന് റീവർക്കാണ്, അതും അവസാന ഘട്ടത്തിലാണ്. ആ ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാനുള്ളത്. അങ്ങനെ നമ്മൾ കക്കാട് കഴിഞ്ഞ് കക്കാട് പനമ്പുഴ പാലത്തിൻ്റെ വർക്ക് നടക്കുന്ന ആ ഒരു ഏരിയയിലെത്തി. ജസ്റ്റ് ഞാനിവിടെ നിന്ന് വന്ന ആ ഒരു ഏരിയയും കാണിച്ചിട്ട് നമുക്ക് പാലത്തിൻ്റെ വർക്ക് എത്രത്തോളമാണ് ഇനിയുള്ളത് എല്ലാം നമുക്കൊന്ന് നോക്കാം. നെയിം ബോർഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ഏരിയ വരെയുള്ള ടാറിംഗ് വർക്കുകളും സൈഡിലെ ക്രാഷ് വേരിയൻ്റെ കോൺക്രീറ്റ് വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മൾ വന്ന ആ കക്കാട് ഭാഗം ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് ഇപ്പോൾ നടക്കുന്ന വർക്കുകൾ എത്രത്തോളമാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ആ ഏരിയയിലേക്ക് കടക്കാം. പനമ്പുഴ പാലം ഇപ്പോൾ വാഹനങ്ങൾ കക്കാട് കൂരിയാട് ഭാഗത്തേക്ക് കടന്നു പോകുന്നത് പുതിയ പാലത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ച് അതുവഴിയാണ്. ഇനി ഈ ഒരു ഭാഗത്തെ വർക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതൊന്നും ഈ തല തൊട്ട് ആ ഒരു ഏരിയ നടന്ന് നിങ്ങളെ കാണിക്കണം എത്രത്തോളമാണ് ഇവിടെ വർക്ക്, എന്തൊക്കെ വർക്കുകളാണ് നടക്കുന്നതൊക്കെ നിങ്ങൾക്ക് ആ ഏരിയ വരെ കാണാൻ പറ്റും. ഇവിടുന്ന് ആദ്യത്തെ കൈവരികളൊക്കെ ഇപ്പോൾ പൊളിച്ച് മാറ്റി നമ്മൾ പുഴയുടെ ആ ഭാഗമാണ് മതിലൊക്കെ ഇടിഞ്ഞ ആ ഒരു ഏരിയയ്ക്ക്. അതുപോലെ ഇവിടെ കൈവരിൻ്റെ ഈ ഭാഗത്ത് ഇപ്പോൾ ഡ്രില്ല് ഉപയോഗിച്ച് ആദ്യത്തെ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതിൽ പകുതിയോളം ഭാഗം ഇപ്പോൾ കോൺക്രീറ്റ് ഇട്ട് വന്നിട്ടുണ്ട് ആ ഒരു കൂരിയാട് ഭാഗത്തു നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ അതുപോലെ തന്നെ സൈഡ് കൈവരിയുടെ അതായത് ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ ഭാഗം അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്യാണ്. കമ്പികളൊക്കെ സെൻറ്റർ ഭാഗത്ത് ഉയർന്നു നിൽക്കുന്നത് കാണാം. അപ്പോൾ അവിടെയും ഇനി കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യത്തെ അതൊക്കെ പൊട്ടിച്ച് മാറ്റിക്കൊണ്ട് ഡാമർ ഉപയോഗിച്ച് അപ്പോൾ ഇനി വർക്ക് നടക്കാനുള്ള കോൺക്രീറ്റ് വർക്ക് നടക്കാനുള്ള ഏരിയ നമ്മൾ കണ്ടത്. ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ ഏരിയ കാണാം. അതുപോലെ ഇതിൻ്റെ സൈഡിൽ ഈ ബാരിയറിനൊപ്പിച്ച് അടിഭാഗത്തേക്ക് വെള്ളം താഴേക്ക് പോകുന്നതിന് വേണ്ടി ഹോൾസ് ഇട്ടുന്ന വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലത്തിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള ബാരിയറിനുള്ള ഷീറ്റ് കാര്യങ്ങൾ അത് കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ഏരിയയിൽ ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ രണ്ട് ഭാഗത്തും ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ കോൺക്രീറ്റ് വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വന്ന ആ ഒരു ഏരിയയിൽ പകുതി ഭാഗം മാത്രമാണ് ഇനി കോൺക്രീറ്റ് വർക്കുകളും ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളും പൂർത്തീകരിക്കാനുള്ളത്. അപ്പോൾ അതിനുള്ള കമ്പി കാര്യങ്ങൾ ഇതിൻ്റെ വർക്കുകളൊക്കെ അവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ അതിൻ്റെ പണികൾ കഴിഞ്ഞ് ഇനി ഇവിടെ മെറ്റലിട്ട് വന്നതിന് ശേഷമുള്ള ടാറിംഗ് വർക്കുകളൊക്കെയാണ്. അത് കഴിഞ്ഞാൽ ഫൈനൽ ടാറിംഗ് വർക്കുകൾ. അതോടുകൂടി കക്കാട് പനമ്പുഴ പാലത്തിൻ്റെ ഈ ഒരു ഏരിയയിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു വ്യൂ ഒക്കെയാണ് ഇനി അടുത്ത ഘട്ടം ഞാൻ നിങ്ങളെ കാണിക്കാൻ പറ്റുക. അത്രത്തോളമുള്ള വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇനി ഇവിടുന്ന് കൂരിയാട് അണ്ടർപാസിൻ്റെ ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും ടാറിംഗ് വർക്കുകളും ഇരുവശത്തുള്ള ക്രാഷ് ബാരിയർ അതുപോലെ സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ വർക്കുകൾ ഇനി നടക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ ഫൈനൽ ടാറിംഗ് വർക്കുകളും ട്രാക്ക് ഇട്ട് പോകുന്ന വർക്കുകളുമാണ് ചെയ്യാനുള്ളത്. പനമ്പുഴ തിരുരങ്ങാടി ഭാഗത്തേക്കും വേങ്ങര ഭാഗത്തേക്കും പോകുന്നിടത്താണ് ഈ ഒരു അണ്ടർപാസ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നെയിൻ ബോർഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നെയിൻ ബോർഡ് ഞാൻ നിങ്ങളെ കാണിക്കാം. അതുപോലെ കൂരിയാടും കുളപ്പുറം ഈ റീച്ചിൽ ഒരു പക്ഷേ പണി പൂർത്തീകരിക്കാനുള്ളത് ഈ ഒരു ഏരിയ മാത്രമായിരിക്കും കേട്ടോ. വാഹനങ്ങളൊക്കെ കൂരിയാട് പോയി കടന്നു പോകാത്തത്. അപ്പോൾ ആ ബോർഡ് നോക്കി നമുക്ക് കക്കാട് ഭാഗം കാണാം. പനമ്പുഴ പാലത്തിൻ്റെ വർക്ക് നടക്കുന്ന ആ ഏരിയ അതുപോലെ ആ നെയിൻ ബോർഡ് ഒക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കൂരിയാട് നമ്മൾ പറഞ്ഞ കോയിച്ചന മുതൽ ചേളാരി കഴിഞ്ഞ് കാക്കഞ്ചേരി വരെയുള്ള ഈ റീച്ചിൽ കാര്യമായിട്ട് വർക്കുകൾ പൂർത്തീകരിക്കാനുള്ള ഒരു ഏരിയയും കൂടിയാണ് കൂരിയാട് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഈ വയലിലെ മുതൽ കുളപ്പുറം ഓവർപാസ് വരെയുള്ള വർക്കുകൾ. അപ്പോൾ അവിടെ എപ്പോഴും മണ്ണിട്ട് ഉയർത്തി ഈ അണ്ടർപാസിന് ഒപ്പിച്ചുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനഘട്ട വർക്കുകൾ ഈ മണ്ണ് ഗ്രേഡർ ഉപയോഗിച്ച് ലെവൽ ചെയ്ത് മണ്ണ് കമ്പാക്റ്റിങ് ടാറിംഗ് വർക്കുകളൊക്കെ നടക്കാണ്ട്
കൂരിയാട് അണ്ടർപാസിൻ്റെ മുകളിലെത്തിട്ടോ. ഇവിടെ ഇപ്പോൾ നടക്കുന്ന വർക്ക് പറഞ്ഞാൽ ഈ പാലത്തിൻ്റെ രണ്ട് സൈഡിലും കട്ട് ചെയ്ത് റോഡിനോടൊപ്പിച്ച് ബന്ധിപ്പിക്കാൻ ഒന്നുകൂടി ബലപ്പെടുത്തുന്നതിന് വേണ്ടി ആദ്യത്തെ പാലത്തിൻ്റെ കോൺക്രീറ്റ് ചെയ്ത ഭാഗം കട്ട് ചെയ്ത കമ്പിയൊക്കെ പാലത്തിന് ബന്ധിപ്പിക്കുന്ന റോഡിൻ്റെ ഭാഗത്തേക്ക് നീട്ടി കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കുകൾ നമ്മൾ കക്കാട് ആ ഏരിയയിൽ കണ്ടതുപോലെ ആ ഒരു വർക്കുകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തെ ക്രാഷ് ബാരിയറിന് സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൂരിയാട് അണ്ടർപാസിന് ഇവിടെ നിന്ന് അങ്ങോട്ട് കുളപ്പുറം ആ ഏരിയക്കുള്ളൊരു വ്യൂക്കിങ്ങൾ നല്ല ആയിട്ടില്ല കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല ദീർഘമുണ്ട് കുളപ്പുറം ഓവർപാസ് വരെ. അതുകൊണ്ട് തന്നെ 5-8 വലിയ കലുങ്കുകൾ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ കലുങ്കുകൾ, തോടിന് കുറവ് വരുന്ന പാലങ്ങൾ, അങ്ങനെയൊക്കെ അതിൻ്റെ പണികൾ പൂർത്തിയായ കാലതാമസം കൊണ്ട് തന്നെ കുറച്ച് വൈകിയിട്ടുണ്ട്. നല്ല ടഫായ ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഇരുവശത്തിപ്പോൾ ഉയർന്ന് പാലത്തിനോടൊപ്പിച്ച് ആയി വന്നിട്ടുണ്ട്. ഇനി കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് മണ്ണിട്ട് കമ്പാക്റ്റിംഗ്, മെറ്റലിട്ട് വരിക, ടാറിങ് വർക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ട് അറീന, നമ്മുടെ സെവൻസ് ഫുട്ബോൾ ടൂർ നടക്കുന്ന ആ പാടത്തേക്കുള്ളൊരു ദൃശ്യം കേട്ടോ. ഇവിടെ ഗാലറിക്കുള്ള വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ്. ഇരിക്കാനുള്ള സ്റ്റാൻഡിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. 12-ാം തീയതിയാണ് ഇതിൻ്റെ ഇനാഗ്രേഷൻ. അപ്പോൾ അതിൻ്റെ മുന്നോടിയുള്ള തകൃതിയായ ആ ഒരു വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏതായാലും ഈ റോഡിൻ്റെ ഈ ഭാഗത്തു നിന്നുള്ള ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അണ്ടർപാസ് കഴിഞ്ഞ് ഏകദേശം പാടത്ത് സെൻറ്റർ ഭാഗത്തെത്തി. അപ്പോൾ ഇവിടെ ഈ സൈഡ് ബ്ലോക്ക് പതിച്ച് ആ പാലത്തിനാണെങ്കിൽ വാഹനങ്ങളൊക്കെ വേങ്ങര ഭാഗത്തേക്ക് പോകുന്നത് കാണാം. അണ്ടർപാസ് വഴി അവിടെ നിന്ന് ബ്ലോക്ക് പതിച്ച് ഏകദേശം ഒരു 10-60ഓളം ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ വന്ന് മുകളിൽ ആ ചെറിയ കോൺക്രീറ്റ് കട്ടിങ് വരെ കഴിഞ്ഞിട്ട് സർവീസ് റോഡിൻ്റെ ഡ്രെയിനേജ് വർക്കുകളും അതുപോലെ ടാറിംഗ് വർക്കുകൾ, ഈ ബ്ലോക്കിനൊപ്പിച്ചുള്ള ചെറിയ കട്ടിംഗ് വർക്കുകൾ, സർവീസ് റോഡിനുള്ള സൈഡ് വാള്, വയലിൻ്റെ അവിടെ നിന്നുള്ള സൈഡ് വാള് കുളപ്പുറം വരെ അതിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഇരുവശവും 6 വരിക്ക് ഉയർത്തി വരുന്നതിന് വേണ്ടി ബ്ലോക്കിനൊപ്പിച്ചുള്ള ആ ബ്ലാക്ക് ഷീറ്റ് വിരിച്ച് മെറ്റലിട്ട് ഓരോ ലെയർ ഉയർത്തി. ഇനി അണ്ടർപാസിനോടൊപ്പിച്ച് കുറഞ്ഞ വർക്കുകൾ മാത്രമാണുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് നമ്മൾ തുടക്കം കൂരിയാട് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കക്കാട് പനമ്പുഴപ്പാലം, അങ്ങനെ കൂരിയാട് അണ്ടർപാസിൻ്റെ ഈ മുകളിൽ നിന്നുള്ള ആ അടിപൊളിക്കുള്ള വീഡിയോയും കാണിച്ച് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുക്കുന്ന ബെല്ലൈക്കൺ തന്നെ ഇവിടെ കമൻറ്റ് ബോക്സിലിട്ട് ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്.